അജാമിളന്റെ കഥയിലെ അജാമിളൻ രോഗശയ്യയിൽ കിടക്കുന്ന, അതായത് വാർദ്ധക്യത്തിൽ കിടക്കുന്ന സമയത്തായിരുന്നു നാമം ജപിച്ചപ്പോൾ ഈ രക്ഷിക്കാനായിട്ട് വിഷ്ണു പാർഷദന്മാർ വന്നത്. ഇങ്ങനെ രോഗശയ്യയിൽ നമ്മൾ കിടന്നുകൊണ്ട് നാമം ജപിക്കുകയാണെങ്കിൽ ചിലർക്ക് ബുദ്ധിമുട്ട് കൊണ്ട് നാരായണ എന്ന് മുഴുവൻ ജപിക്കാനായിട്ട് ചൊല്ലാനായിട്ട് സാധിച്ചെന്ന് വരില്ല. നമുക്ക് പറ്റുന്ന പോലെ ചൊല്ലിയാൽ മതി. മനസ്സിൽ സ്മരിച്ചാൽ പോലും അത് ഭഗവാൻ അറിയും എന്നാണ് പറയണത്. ഏത് രീതിയിൽ വേണമെങ്കിലും എവിടെ ഇരുന്നു കൊണ്ട് വേണമെങ്കിലും ശുദ്ധമൊന്നും നോക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞിരുന്നല്ലോ. നമുക്ക് നാമം ചൊല്ലാനായിട്ട് സാധിക്കും. അത് മനസ്സിൽ സ്മരിച്ചാൽ പോലും ഭഗവാൻ അത് കേൾക്കുന്നാണ് പറയണത്. ഈ നാമജപം തീ പോലെയാണെന്ന് പറയാം. പല രീതിയിൽ വ്യാഖ്യാനിക്കാട്ടോ, പലതരത്തിൽ എത്ര പറഞ്ഞാലും തീരാത്ത ഒന്നാണ് നാമജപത്തിന്റെ മഹാത്മ്യം. ഭഗവാന്റെ ലീലകൾ പറയുന്ന പോലെ തന്നെയാണ് കേട്ടോ, എത്ര പറഞ്ഞാലും തീരില്ല. എന്നാലും ചെറിയ രീതികളിലെ പല ഉദാഹരണങ്ങളിലൂടെ നമുക്കതിൻ്റെ പ്രത്യേകതകളെ കുറിച്ച് പറയാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ എന്തുകൊണ്ടാണ് തീ പോലെ എന്ന് പറയുന്നത് വെച്ചാൽ, തീയുടെ ധർമ്മം എന്താ? അത് പൊള്ളിക്കും ഇല്ലേ, ശുദ്ധീകരിക്കുക ചെയ്യാം. അപ്പോൾ ഒരു നിലവിളക്കിങ്ങനെ വിളക്കിങ്ങനെ കൊളുത്തി വെച്ചിരിക്കണം. ഇപ്പോൾ സന്ധ്യാസമയത്ത് കൊളുത്തി വെച്ചിരിക്കുകയെന്ന് വിചാരിക്കാം. അതിലൊരു പ്രാണി, ഒരു പാറ്റ, ചെറിയ പാറ്റ വന്ന് വീണ് കഴിഞ്ഞാൽ അതെന്താ, അതിങ്ങനെ ചുട്ടെരിയും, അതിനെ പൊള്ളിക്കും ഇല്ലേ. ഒന്നും അറിയാത്ത ഒരു ചെറിയ കുഞ്ഞ് വന്നിട്ട് ആ തീനെ തൊടുകയാണെങ്കിലും ആ കുട്ടിയുടെ വിരലിനെ പൊള്ളിക്കും. ഇപ്പോൾ എല്ലാം അറിയാവുന്ന, വളരെ അറിവുള്ള, വളരെ എന്താ പറയുക, വിദ്യാഭ്യാസമുള്ള വലിയൊരാൾ വന്നിട്ടാണ് ആ തീനെ തൊടുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ വിരലിലും പൊള്ളൽ വരും. ഇപ്പോൾ വലിയ പ്രായമായിട്ടുള്ള ഒരുപാട് അനുഭവങ്ങളൊക്കെ ഉള്ളവരാണ് വന്നിട്ട് തൊടുന്നെങ്കിലും അവരെയും പൊള്ളിക്കും. അപ്പോൾ ആര് വന്ന് തൊട്ടാലും തീ അതിൻ്റെ ധർമ്മം ചെയ്യും, പൊള്ളിക്കും. അതേപോലെ തന്നെയാണ് നാമം. ആര് ചൊല്ലിയാലും, ദുഷ്ടനാണെങ്കിലും ശുദ്ധനാണെങ്കിലും ആര് തന്നെ ചൊല്ലിയാലും നാമജപം അത് ഫലിക്കും. അതായത് ഭഗവാൻ അത് കേൾക്കും. ഈ നാമം നമ്മളെ എല്ലാവരെയും ശുദ്ധീകരിക്കും. ദുഷ്ടനെന്നോ ശിഷ്ടനെന്നോ എന്നുള്ള വ്യത്യാസമില്ലാതെ എല്ലാവരെയും ശുദ്ധീകരിക്കാൻ, അഗ്നിയെ പോലെ ശുദ്ധീകരിക്കാനുള്ള കഴിവ് നാമജപത്തിന് ഉണ്ടെന്നാണ് പറയണത്. പൂന്താനം അതാണ് ചോദിച്ചത്. എന്താണ് ചോദിക്കുന്നത്? നാവില്ലേ നിങ്ങൾക്ക് എന്നാണ് ചോദിക്കുന്നത്. കാരണം മോക്ഷം ലഭിക്കാനായിട്ട് നാമം ചൊല്ലിയാൽ മാത്രം മതി എന്നാണ് പറയുന്നത്. നമ്മൾ കലികാലത്തിൽ മോക്ഷം ലഭിക്കാനായിട്ട് നാമജപം മാത്രം മതി എന്ന് പറഞ്ഞല്ലോ. അതിനെന്താ വേണ്ടേ? നാവ് മാത്രം മതി. കൈയില്ലാത്തവനും കാലില്ലാത്തവനും കണ്ണില്ലാത്തവനും ഒക്കെ നാമം ചൊല്ലാനായിട്ട് സാധിക്കും. അതാണ് നാക്കില്ലേ നിങ്ങൾക്ക് എന്ന് പറയണത് കേട്ടോ.